ഇന്ന് പക്ഷേ പുരോഗമനത്തിന്റെ പേരിൽ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് അവരെ പ്രലോഭിപ്പിച്ച് പുറത്തിറക്കിയിട്ട് മൊത്തം ഒരു പ്രദർശന വസ്തുവാക്കി ആ സ്ത്രീകളെ മാറ്റുന്നു. അതുകൊണ്ടാണ് പുരുഷന്റെ എക്സിക്യൂട്ടീവ് നല്ല ലുക്ക്, നല്ല വസ്ത്രമായിട്ട് ഫുൾ അവന്റെ ബോഡി മറക്കുന്ന വസ്ത്രം ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നത്. ഒരു പുരുഷൻ എക്സിക്യൂട്ടീവ് ആകുമ്പോഴേക്ക്, മാന്യനും പക്വമതിയുമാകുമ്പോഴേക്ക് അവന്റെ ഷർട്ടിന് ഫുൾ സ്ലീവ് വരും, അവൻ ഇൻസൈഡ് ചെയ്യും, അവന്റെ കാലിന്റെ അടിവരെയും അവന്റെ ഫാൻസ് നീളും, എന്നിട്ട് സോക്സ് ധരിക്കും, ഷൂടും, ഇവിടെ പോലും കാണാതിരിക്കാൻ വേണ്ടി കണ്ട കൗപീന്യം കെട്ടും. പറ്റുമെങ്കിൽ ഈ അവാർഡ് ദാന ചടങ്ങിലൊക്കെ ആണെങ്കിൽ വമ്പിച്ചൊരു തൊപ്പിയിട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ പുരുഷൻ പക്വമതിയാകും. സ്ത്രീ ആണെങ്കിലോ പരമാവധി വെളിപ്പെടുത്തിയാൽ പെണ്ണ് ഉന്നതയാകുമെന്ന് ആരൊക്കെയോ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു, ധരിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് പരമാവധി നഗ്നത പ്രകടിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അതിന് സൊസൈറ്റി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് ചലച്ചിത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും അവരെ നിർബന്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. ചുരിദാർ പോലെയുള്ള അത്യാവശ്യം മാന്യമായ ഡ്രസ്സ് പോലും നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഇപ്പം അത്ര പത്യല്ല എന്നുള്ളതാണ്. പിന്നെയോ ചെറിയ ടീഷർട്ട് ധരിക്കണം, അവിടെ കയ്യിനകവും പുറത്തും ഒക്കെ കാണണം, എന്നിട്ട് കഷ്ടിച്ചൊരു കുഞ്ഞു പാൻസ് പോലത്തെ സാധനം ഇടണം, അവിടെ വയറിന്റെ അടിഭാഗങ്ങളൊക്കെ പുറത്തു വരണം, തലയിൽ ചെറിയ തട്ടം പോലും ധരിക്കരുത്. ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് ആരൊക്കെയോ പറ്റിച്ചിരിക്കുന്നു.